നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? 2 ദിവസത്തെ നമ്മളുടെ അവധിയായിരുന്നു. സമാധാനത്തെ എല്ലാവരും ട്രിപ്പ് പോവുകയോ എൻജോയ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഇത് തിരിച്ചു വന്ന ശേഷം മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കാം. കാരണം മാർക്കറ്റിനെ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് ട്രേഡ് ചെയ്ത ആളുകൾക്ക് ഒരു പക്ഷേ അതായത് വെള്ളിയാഴ്ച നിങ്ങളുടെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്തിരുന്ന ആളുകൾക്ക് ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച കാര്യമായിരുന്നു അല്ലേ. അപ്പം ഇന്ന് മുതലായിരുന്നു അത് ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റ്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സുകൾ 3:40 ക്ലോസ് ആവുന്നത് അല്ലേ. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യുന്ന രീതിയിലേക്ക് വന്ന സ്റ്റോക്കുകൾ, അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളുടെ നിഫ്റ്റി 50-ൽ ഉൾപ്പെട്ട സ്റ്റോക്കുകൾ, കുറച്ചുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് വെയിറ്റേജുള്ള സ്റ്റോക്കുകൾ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്വഭാവം നമ്മുടെ ഇൻഡെക്സിനെ നന്നായി ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് വലിയൊരു മാറ്റം വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. തീർച്ചയായിട്ടും ഞാനും ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില സ്ട്രൈക്കുകൾ എടുത്തു, ഇത് പല കാര്യങ്ങളും ചെയ്തു എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വരുന്ന ആഴ്ച എന്താണ് ഇന്ന് നടന്ന കഥകളെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാം. ഇവിടെ വരുന്ന ആഴ്ച നിങ്ങൾ ജസ്റ്റ് ട്രേഡ് എടുക്കരുതെന്നല്ല, ഇൻട്രാഡേ രീതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ക്ലോസിംഗ് ടൈമിലേക്ക് പലപ്പോഴും വെക്കാതിരിക്കുക. അതായത് നമുക്ക് എങ്ങനെയാണ് ഇതിന് വർക്ക് ആവുന്നത് നമുക്ക് മനസ്സിലാവണം. സാധാരണ ഉണ്ടായിരുന്നത് 3:30 മാർക്കറ്റ് ക്ലോസ് ആവുന്നു പോകുന്നു എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. 3:15 കഴിയുമ്പോഴേ മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. അതിനുശേഷം ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ബൈ ഓർഡറുകൾ, സെൽ ഓർഡറുകൾ, ഇതെല്ലാം മാർക്കറ്റ് വാങ്ങിയ ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ശേഷം അവസാന നിമിഷമാണ് നമുക്ക് ആ ഒരു എക്സിക്യൂഷൻ നടക്കുന്നത്. അവസാന നിമിഷമാണ് നമുക്കിത് അറിയുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്നത് നിങ്ങൾക്കറിയാം. ഇന്നത്തെ മാർക്കറ്റ് 200 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവസാന നിമിഷം ഒരു 3:30 കഴിഞ്ഞ ശേഷം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 200 പോയിൻ്റ് എന്നത് എത്രയിലേക്ക് പോയി? 400-നടുത്തുള്ള ഗ്യാപ്പ് അപ്പിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നതായിട്ട് കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഓർഡറുകളെല്ലാം പലപ്പോഴും 3:15 ശേഷമുള്ള ഓർഡറുകൾ ഇവിടെ എക്സിക്യൂട്ട് ആവുന്നില്ല. അത് മാർക്കറ്റ് അവസാന നിമിഷം അത് ആവറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അവസാന നിമിഷം എങ്ങനെയാണോ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു രീതിയിൽ തന്നെ ആവറേജ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളിവിടെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് നിഫ്റ്റി 50-ൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളുടെ ഒരു കഥയാണ് പറയുന്നത്. അതായത് നിഫ്റ്റി 50-ൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ എന്നാൽ മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ആ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നന്നായി മനസ്സിലാക്കുക. ആ ട്രെൻഡിനനുസരിച്ചുള്ള ക്ലോസിംഗ് ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് ഏറെക്കുറെ ഉള്ളത്. പ്രത്യേകിച്ച് നിഫ്റ്റി 50-ലുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇൻഡെക്സിൻ്റെ കേസാണ് സംസാരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ക്ലോസിംഗ് ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇവിടേക്ക് വന്നു. ഇത് ഞാൻ ഇന്ന് എൻ്റെ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെയാണ്. അത് വിട്ടേക്ക്. അതിൽ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് ഇവിടെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും, അതായത് ഇതൊരു ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ നിങ്ങൾ എടുക്കുക. അതായത് ഇവിടെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാനൊരു പഠനാവശ്യം എന്ന രീതിയിൽ നിങ്ങൾ എടുക്കാവൂ. അല്ലാതെ ഇവിടെ ഇത് ബൈ ചെയ്യൂ, ഇതിങ്ങനെ ചെയ്യൂ, ഇന്ന സ്റ്റോക്ക് മേടിക്കൂ, അല്ലെങ്കിൽ ഇന്ന സ്ട്രൈക്ക് ഇതേ രീതിയിൽ എടുക്കൂ എന്ന രീതിയിലുള്ള ഒരു കാര്യമേ അല്ല ഇവിടെ സംസാരിക്കുന്നത്. നമ്മളിതൊരു പഠനാവശ്യം എന്ന രീതിയിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. പ്രത്യേകം എടുത്തു പറയുകയാണത്. ഞാൻ പറഞ്ഞത് ഇന്ന് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നോക്കൂ, ഇന്ന് മാർക്കറ്റ് ഒരു ബുൾ മൊമെൻ്റ് വരുന്നു അല്ലേ. നമ്മുടെ ട്രേഡ്, നമ്മുടെ കോഴ്സ് എടുത്തവർക്ക് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി അതേ രീതിയിലുള്ള ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് അനുകൂലകരമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, നിഫ്റ്റി 50-ൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള കുറച്ച് സ്റ്റോക്കുകളാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് HDFC ബാങ്ക് നോക്കൂ, എത്രയാണത്? 0.6, ഒരു 1% അടുത്ത് അത് ബുള്ളിഷ് മൊമെൻ്റാണെന്ന് പറയാം. HDFC ബാങ്ക് ഒരു ബുള്ളിഷ് മൊമെൻ്റമായിരുന്നു. ഇനി നേരെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റിലയൻസ്, അതും ഒരു 1% മൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ICICI ബാങ്ക് 1.71% മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നു. അതായത് ഓൾറെഡി ഇത് ബുള്ളിഷ് മൊമെൻ്റത്തിൽ നിന്ന മാർക്കറ്റാണ്. 3 മണിക്ക് മുമ്പായുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇൻഫോസിസ് ഓൾറെഡി 2.5% മുകളിൽ ട്രേഡ് ചെയ്ത് അത് മൊമെൻ്റത്തിൽ നിന്ന മാർക്കറ്റാണ്. അത് 4.5% വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. TCS അതുപോലെ തന്നെ 4.5% വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. കൊഡാക് ബാങ്ക് നോക്കൂ, 1.84, ഒരു 2% അതും പോയിരിക്കുന്നു. ആക്സിസ് ബാങ്ക് 3.5% അതും വന്നിരിക്കുന്നു. SBIN അതും നോക്കൂ, 1.71%. അപ്പോൾ ഇതെല്ലാം ഒരു ബുള്ളിഷ് മൊമെൻ്റത്തിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ നിഫ്റ്റി എങ്ങനെയായിരിക്കും നിൽക്കാനുള്ള സാധ്യത? ആ ബുൾ മൊമെൻ്റത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാൻ പറ്റും. NSEയുടെ സൈറ്റ് എടുത്ത് നിങ്ങൾ ഓപ്ഷൻ ചെയിനും കാര്യങ്ങളും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓവറോൾ ഉള്ള ഓപ്ഷൻ ചെയിൻ നോക്കിയാലും ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് കണ്ടില്ലേ,
ഒരു നല്ല രീതിയിലുള്ള പുട്ട് സെല്ലേഴ്സിൻ്റെ ഒരു ആധിക്യം ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു 12 ലക്ഷത്തിന് പുറത്ത് തന്നെ ഉണ്ടെന്ന്, 12 ലക്ഷം ആ റേഞ്ചിലുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു സ്റ്റൈലിലുള്ള ട്രേഡ് എന്നത്, അതായത് മൊമെൻറ്റം നിഫ്റ്റിയുടെ ആ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ട്രേഡ് എന്ന രീതിയിലേക്കായിരിക്കും അവസാന നിമിഷം മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം നിലനിൽക്കാനുള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പഠനാവശ്യം എന്ന രീതിയിൽ എടുക്കാവൂ. ഇന്ന് ഞാനൊരു ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ, അതായത് ഇന്നത്തെ ഈ ഒരു അവസ്ഥ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയുണ്ടായി. അതായത് ഞാൻ 700ൻ്റെ കോൾ ഞാൻ സെല്ല് ചെയ്തു. അതുപോലെ കോൾ സെല്ല് ചെയ്തിട്ട് അതിനെ ഒരു 200 പോയിന്റ് ഒരു ഹെഡ്ജ് ചെയ്ത് ഞാൻ ഒരു ട്രേഡ്, അതായത് ഓപ്ഷൻ സെല്ലാണ് ഇവിടെ ഒരു ബാക്ക് ടെസ്റ്റിന് വേണ്ടി എടുത്തത്. 24,700ൻ്റെ കോൾ സെല്ല് ചെയ്തുകൊണ്ട് 24,900 കോൾ ബൈ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 24 നിങ്ങൾക്ക് കാണാൻ സാധിക്കും 24,400ൻ്റെ പുട്ട്. ഓക്കെ, അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി 24,200ൻ്റെ പുട്ട് കൂടി വെച്ചുകൊണ്ട് ഇതൊരു ബാക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ ഒരു ശ്രമം നടത്തിയതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇത് ഓൾറെഡി ഒരു 15 രൂപയ്ക്ക് സെല്ല് ചെയ്തു. 24,400ൻ്റെ പുട്ട് 15 രൂപയ്ക്ക് സെല്ല് ചെയ്തത്, അത് നല്ല രീതിയിലുള്ള മെൽറ്റിങ്ങിലേക്ക് മാർക്കറ്റ് പോവുകയും അതിനുശേഷം ഇവിടെ കുറച്ചു നേരം മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് ഇവിടെ നോക്കൂ, 24,700 ഇപ്പോൾ എത്രയാണ്? 20 രൂപയാണ് അതിൻ്റെ പ്രീമിയം. ഈ 20 രൂപ പ്രീമിയം എന്ന് പറയുന്നത് അത് ഞാൻ സെല്ല് ചെയ്യുമ്പോൾ, അത് കോൾ സെല്ല് ചെയ്യുമ്പോൾ അതൊരു 15 രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ 14 സംതിങ്ങിനുണ്ടായിരുന്നു. ആ സമയത്ത് മാർക്കറ്റ് കുറച്ച് കൺസോൾഡേറ്റ് ചെയ്യുകയും ഇതൊരു പ്രോഫിറ്റ് രീതിയിലേക്ക് വരികയും ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് എനിക്ക് മനസ്സിലായി. അതൊരു ബുൾ മൊമെൻറ്റത്തിനുള്ള സാധ്യത, അതായത് മാർക്കറ്റ് ഓൾറെഡി ബുൾ മൊമെൻ്റ് ആണ്. ഒരു പക്ഷേ മാർക്കറ്റ് ഈ പറയുന്ന പോലെ ആവറേജ് ചെയ്ത് മുകളിൽ പോയാൽ എനിക്ക് 700 പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ കാരണം ഇത് പ്രോഫിറ്റ് നിൽക്കുന്ന സമയത്ത്, ഓൾറെഡി പ്രോഫിറ്റ് നിൽക്കുന്ന സമയത്താണ് ഇത് എക്സിറ്റ് ചെയ്യുന്നത് ഞാനത്. അതിനുശേഷം ഞാൻ കോൾ സൈഡും നല്ല മെൽറ്റിലേക്ക് വന്നു. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറി. അപ്പോൾ മാർക്കറ്റിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായത് ബുൾ മൊമെൻ്റ് ക്ലോസിംഗ് എങ്ങനെ വരുമെന്നൊരു പിടുത്തമില്ലായിരുന്നു. പക്ഷേ സ്വഭാവം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മാർക്കറ്റിനെ ജസ്റ്റ് വെയിറ്റ് ചെയ്തു, എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കിയപ്പോൾ നോക്കൂ, ഞാനിവിടെ 12 രൂപ ആ ഒരു റേഞ്ചിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എക്സിറ്റ് ചെയ്ത് കളഞ്ഞത്. അത് 20, 21, 22 രൂപയിലേക്ക് ഷൂട്ടപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു കോൾ സൈഡ്. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ സാധിച്ചത് നോക്കി എത്രയാണ്? നിഫ്റ്റി 24,774 ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് അറ്റമണി കഴിഞ്ഞ് ഇന്ദമണിയും ആയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിന് ആ ഒരു പ്രീമിയത്തിന് വലിയ മാറ്റമൊന്നും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ശരിയാണ്, ഇതൊരു 200 പോയിന്റ് ഹൈയിലാണ് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് മുകളിലാണെങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ നമുക്ക് ഇൻഡെക്സിൽ നിഫ്റ്റിയിലുള്ള ഈ ഒരു പ്രീമിയത്തിൽ അതുപോലെയുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ കാണുന്നില്ല. പക്ഷേ മാർക്കറ്റ് ഹൈ ആയെങ്കിലും ആ മൂവ്മെൻറ്റ് കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാം. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റത്തിനനുസരിച്ച് ഇപ്പോൾ എക്സിറ്റ് ചെയ്താലും വലിയ ലോസ് ഇവിടെ പറ്റുന്നില്ല. അപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ക്ലോസിംഗ് ടൈമിലുള്ള മാർക്കറ്റ് എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം, നമ്മുടെ ഈ ഒരു പ്രീമിയത്തിലുള്ള ചേഞ്ചസ് ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ചയെങ്കിലും മിനിമം നമുക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കാതെ എങ്ങനെ ഇത് വർക്കാവുന്നു, ഇൻട്രാഡേ ചെയ്യാം. ഈ ഒരു അവസാന ക്ലോസിംഗ് ടൈമിൽ ഇത് എങ്ങനെ വർക്കാവുന്നു എന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അല്പസമയം കൊടുത്ത് പഠിച്ച ശേഷം മാത്രം ട്രേഡിലേക്ക് കയറുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നോക്കൂ, ഇതേ ഒരു റേഞ്ചാണ്. ഇനി നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രീമിയം എന്നത് തീർച്ചയായിട്ടും അതും നമുക്കിത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ബാക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇത് വർക്കാവുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട കേസ് നമ്മൾ പറഞ്ഞു, വാർത്താ സംബന്ധമായ ഒരു കാര്യമുണ്ട്. ഇത് പോസിറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് അതിനനുസരിച്ചായിരിക്കും ബിഹേവ് ചെയ്യാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ വരുന്നു, ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ മാത്രമല്ല 8% മുകളിലാണ് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ഒരു തകർച്ച ഉണ്ടായിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില കുറയാന്നാൽ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള കാര്യമെന്നത് പ്രത്യേകം ഓർക്കുക. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് ഉയരുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഗ്യാപ്പ് 200 പോയിന്റ് അടുത്തുള്ള ഗ്യാപ്പിലൂടെയാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട റേഞ്ചുകൾ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചാർട്ടിലേക്ക് വന്ന കുറച്ചുകൂടെ ഒരു ധാരണ കിട്ടും. നമ്മൾ ഇന്നലെ എന്താണ് പറഞ്ഞത്? നമ്മുടെ റേഞ്ചുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു അല്ലേ. ഇന്നലെ നമ്മൾ ഈ വരയും കുറിയൊക്കെ നിങ്ങൾ തൽക്കാലം ഒന്ന് മറന്നേക്കുക, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. നമ്മൾ ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെയായിരുന്നു. അപ്പോൾ എവിടെയാണ്? 200 മൂവിങ് ആവറേജിന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുകയായിരുന്നു. അതായത് ലാസ്റ്റ് ഫ്രൈഡേയുടെ കേസാണ് ഞാൻ പറയുന്നത്. 200 മുകളിൽ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ആ ഒരു ബുള്ളിഷ് മൊമെന്റ് അതിന് മുകളിൽ ക്ലോസ് ചെയ്ത മാർക്കറ്റിനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചത് അല്ലേ. പക്ഷേ അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട റേഞ്ച് നോർമൽ കണ്ടീഷനിലായിരുന്നുവെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ന്യൂസ് സംബന്ധമായ കേസിലാണ് മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് അപ്പിലേക്ക് പോകുന്നത്. നോർമൽ കണ്ടീഷനാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് ഈ ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നോ എന്നായിരുന്നു. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ചുള്ള ട്രേഡ് എടുത്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷേ മാർക്കറ്റ് ഓൾറെഡി ഗ്യാപ്പ് അപ്പിലേക്കാണ് വന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് നല്ല പ്രോഫിറ്റിലായിരിക്കും. കാരണം മാർക്കറ്റ് ഓൾറെഡി ബുള്ളിഷ് ട്രെൻഡിനനുസരിച്ചുള്ള ട്രേഡായിരുന്നു നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത് അല്ലേ, മുന്നേ ഉള്ള ദിവസങ്ങളിലല്ല.
അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രോഫിറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, നല്ലൊരു ഗ്യാപ്പ് അപ്പിലേക്ക് മാർക്കറ്റ് വരുന്നു. ഗ്യാപ്പ് അപ്പിൽ വന്നതെന്ന് വെച്ചാൽ 500 പുറത്ത് വന്ന് ക്ലോസ് ചെയ്യുന്നു. 500 പുറത്ത് വന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയും വീണ്ടും മുകളിലേക്ക് പോവുകയും ചെയ്തു. നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു റേഞ്ച് നമ്മൾ സംസാരിച്ച് എവിടെയായിരുന്നു? 24,590 അല്ലെങ്കിൽ 600 എന്ന റേഞ്ച് ഒരു പ്രധാനപ്പെട്ട റേഞ്ച് ആയിരുന്നു ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ 600 റേഞ്ചിലാണ് മാർക്കറ്റ് നിന്നത്. മാത്രമല്ല ഈ 600 റേഞ്ചിനെ പലതവണ മൊമെന്റത്തിൽ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഒരു വലിയ ഒരു സെല്ലിംഗ് പ്രഷർ ഇല്ലാതെ താഴേക്ക് വരുന്ന ഒരു ശ്രമവുമാണ് മാർക്കറ്റ് നടത്തിയത്. അപ്പോൾ നമുക്കറിയാം ഓവറോൾ ഈ ഇപ്പോഴുള്ള ഒരു നിയമം അനുസരിച്ചായാലും മാർക്കറ്റിന്റെ ക്ലോസിംഗ് ഒട്ടും മോശമായിരിക്കത്തില്ല നമുക്കറിയാം. കാരണം നോക്കൂ, ഇത്രയും മികച്ച രീതിയിൽ ഈ സ്റ്റോക്കുകൾ നിഫ്റ്റി 50 ടോപ്പിൽ നിൽക്കുന്ന ഈ സ്റ്റോക്കുകളല്ല, ഇതെല്ലാം ഞാൻ കളയെടുത്തൊരു പഠനാവശ്യത്തിന് പറഞ്ഞ കാര്യങ്ങളാണ്, ഞാനിതങ്ങ് മാറ്റുവാണ്. ഓക്കെ, ശരി. നിഫ്റ്റി 50 ഈ വെയിറ്റേജുള്ള സ്റ്റോക്കുകളെല്ലാം നല്ല മൊമെന്റത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ക്ലോസിംഗ് മോശമുള്ളത് നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു പഠനാവശ്യം എന്ന രീതിയിൽ ആ ഒരു കോൾ കട്ട് ചെയ്യുകയും ഞാൻ പുട്ട് ഹോൾഡ് ചെയ്യും, പുട്ടിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് അതും കട്ട് ചെയ്ത് അതിനനുസരിച്ച് ചില പൊസിഷൻ കറക്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതായത് ഞാൻ പൊതുവേ ഇൻട്രാഡേ അല്ല ചെയ്യുന്നത്, ഓവർനൈറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് പൊസിഷണൽ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു മൊമെന്റത്തിൽ മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങും അതിഗംഭീരമാണ്. ഇനി നമുക്ക് നാളെ കൂടി മാർക്കറ്റിനെ വാച്ച് ചെയ്ത് ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് കൂടി മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഈ പ്രൈസ് ആക്ഷനെ കുറിച്ച് ചർച്ച ചെയ്താൽ മതി. കാരണം ഇപ്പം ഇന്ന് വന്ന ആ ഒരു നിയമം ഇന്നാണത് അപ്ലൈ ആവുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് എന്നത് നമുക്ക് തീർച്ചയായിട്ടും നാളെ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എങ്കിലും നമുക്ക് പ്രൈസ് ആക്ഷൻ എന്ന റേഞ്ചിൽ കാര്യങ്ങളൊന്നും സംസാരിക്കാം. മാർക്കറ്റ് ഓൾറെഡി ഒരു ബുള്ളിഷ് മൊമെന്റത്തിലേക്ക് വന്നു നിൽക്കുന്നു. നിഫ്റ്റിക്ക് ഇനി കൂടുതൽ യാത്രയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോക്കൂ, നിഫ്റ്റി ഒരു ഗംഭീര ഏരിയയിലാണ് വന്ന് ക്ലോസും ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നോക്കൂ, നമുക്ക് കുറച്ച് ട്രെൻഡ് ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു റേഞ്ചിൽ വരച്ചാൽ തന്നെ നിഫ്റ്റി നല്ലൊരു റാലിക്കുള്ള സാധ്യതയുണ്ട്. അത് ഏത് റേഞ്ചിൽ വരച്ചാലും നിങ്ങൾ കുറച്ചു ലോങ്, ഞാൻ ഈ ഒരു റേഞ്ചിലൊക്കെയാണ് ഈ ഒരു ലോങ് രീതിയിൽ പല രീതിയിൽ വരച്ചാൽ തന്നെയും നിഫ്റ്റിക്ക് നല്ല രീതിയിലുള്ള റാലിക്കുള്ള സാധ്യതയുണ്ട്. ഒരു 25,000 നിഫ്റ്റി അടുത്തേക്ക് വരാനുള്ള സാധ്യത, ഏറ്റവും കുറഞ്ഞത് 25,000 നിഫ്റ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിക്ക് കൂടുതൽ യാത്രയ്ക്കുള്ള സാധ്യത ഒരു 25,500 എന്ന റേഞ്ചിലേക്കൊക്കെ വരാനുള്ള ആ ഒരു പവർ ഉണ്ട് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കേണ്ടത് ഈ ക്ലോസിങ്ങോട്ട് ബന്ധപ്പെട്ട കേസ് നാളെ എങ്ങനെ വർക്ക് ആവുന്നു, അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കണം. പഠിച്ച ശേഷം മാത്രം നമുക്ക് ഇനി പ്രൈസ് ആക്ഷനെ കുറിച്ച് സംസാരിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഈ മൊമെന്റം അനുസരിച്ച്, അതായത് നിഫ്റ്റിയിലെ ഈ വെയിറ്റേജുള്ള സ്റ്റോക്കുകളുടെ ആ ഒരു മൂവ്മെന്റ് അനുസരിച്ച് ഒരു മോശപ്പെട്ട അവസ്ഥയിലാണ് ക്ലോസിംഗ് എങ്കിൽ, അതെല്ലാം ബെയറിഷിലോട്ട് നിൽക്കുന്ന ഒരു മോശപ്പെട്ട അവസ്ഥയാണെങ്കിൽ ഒരു പക്ഷേ അവസാന ക്ലോസിംഗ് അത് മോശപ്പെട്ട അവസ്ഥയിലാവാനുള്ള സാധ്യതയാണ്. ഇതിപ്പോൾ പോസിറ്റീവ് രീതിയിലോട്ട് വന്നപ്പോൾ ഒരു പോസിറ്റീവ് രീതിയിലേക്ക് നിൽക്കുന്നു. ഇനി ടൈറ്റ് റേഞ്ചിൽ വന്നാൽ എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ക്ലോസിംഗ് എങ്ങനെയാണ് എന്നത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ഇതേ റേഞ്ചുകൾ മാത്രം നിങ്ങളെ ജസ്റ്റ് ഒന്ന് പറയുന്നു. നാളെ എക്സ്പയറി ആണ്. പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ മാർക്കറ്റിന് പ്രധാനപ്പെട്ട ഗംഭീരമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. അതായത് 24,600 അതുപോലെ തന്നെ 24,500 ഗംഭീര സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ നാളത്തെ എക്സ്പയറി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി മുകളിലേക്ക് നിന്നാൽ തന്നെയും നാളെ ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമോ എന്നത് തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അത് എനിക്ക് വലിയ വിശ്വാസമല്ല. കാരണം എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേയിൽ ആ ഒരു മൊമെന്റം ഇനി കണ്ടിന്യൂ ചെയ്ത് പോകുമോ എന്നത് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. പിന്നെ കഥയിരിക്കുന്നത് അവസാനമോ ക്ലോസിംഗ് എങ്ങനെയാണെന്നും തീർച്ചയായിട്ടും നിങ്ങൾ അത് വാച്ച് ചെയ്യുക. അത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെയൊക്കെയാണ് അവിടെ ക്ലോസിംഗ് നടക്കുന്നത്, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ആ മൂവ്മെൻറ്റിനനുസരിച്ചുള്ള ക്ലോസിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ കുറച്ച് ദിവസം നിങ്ങളത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ പൈസ ഇട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടി അല്പം സമയം ചിലവഴിക്കുക എന്നത് തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. അതായത് ഇവിടേക്ക് വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, നോക്കൂ, നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് നാളെ വരുന്ന സമയത്ത് അറൗണ്ട് ഈ റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഒരു 800 റേഞ്ച്, അതായത് 24,800 എന്ന റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് നാളത്തെ മാർക്കറ്റ് എങ്ങനെ നിൽക്കും എന്നത് നോക്കാം. അപ്പം എന്തായാലും നാളെ ഒരു എക്സ്പയറി ആണല്ലോ. എക്സ്പയറി പ്രത്യേകിച്ച് ഇനി പ്രീമിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എക്സ്പയറി കയറി പരമാവധി ട്രേഡ് ചെയ്യുക. അതായത് പൊസിഷണൽ രീതി നിൽക്കുന്നവർക്ക് കുഴപ്പമില്ല. ഇൻട്രാഡേ കളിക്കുന്നവരൊക്കെ തൽക്കാലം ഒന്ന് മാറി നിൽക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഇനി മുന്നോട്ടുള്ള ദിവസം പിന്നെ ഇൻട്രാഡേ പ്ലേയേഴ്സിനാണ് നേട്ടമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരെന്തായാലും അവരുടെ പൊസിഷനൊക്കെ ഒരു 3 മണിക്ക് മുമ്പ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഓക്കെയാണ്. അതിനുശേഷം ഈ പൊസിഷണലി കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കാണ് അവിടെ ഒരു പ്രശ്നമായിട്ട് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് നിൽക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മൊമെന്റം അനുസരിച്ച്, അതായത് നമുക്കറിയാം മാർക്കറ്റ് അന്ന് ഒരു ബുള്ളിഷ് മൊമെന്റമാണോ ബെയറിഷ് മൊമെന്റമാണോ, നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകൾ വെയിറ്റേജുള്ള സ്റ്റോക്കുകളുടെ സ്വഭാവം എന്താണെന്നൊക്കെ ഈസിയായിട്ട് മനസ്സിലാക്കാം അല്ലേ. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ടുള്ള രീതി പ്ലാൻ ചെയ്യാൻ വളരെ ഈസിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് നേരത്തെ ഉള്ള അവസ്ഥയേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഇത് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം.
അപ്പോൾ നിഫ്റ്റിയുടെ ഒരു കണ്ടീഷൻ ഇങ്ങനെയാണ്. നമുക്ക് നാളത്തെ ഒരു റേഞ്ച് എന്നത് എങ്ങനെയാണെന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സപ്പോർട്ട് റേഞ്ച്, റെസിസ്റ്റൻസ് നമ്മൾ നിന്നു. പിന്നെ നമുക്ക് ലോങ് രീതിയിലൊക്കെ എവിടെയൊക്കെ പോകാനുള്ള സാധ്യതയും പറഞ്ഞു. ഇനി നാളെ മാർക്കറ്റിൻ്റെ സ്വഭാവം ഇപ്പോഴത്തെ ഈ ഒരു നിയമം അനുസരിച്ചുള്ള രീതികൾ എങ്ങനെ ഇത് വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നേരെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ, ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിഫ്റ്റിക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടല്ലേ. ബാങ്ക് നിഫ്റ്റി ഇന്നൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചു എന്നത് കാണാൻ സാധിക്കുന്നു. കാരണം ബാങ്ക് നിഫ്റ്റി ഒരു പ്രധാനപ്പെട്ട റേഞ്ചിന് എന്താ പറയുക, ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇങ്ങനെ കളിച്ച് നിൽക്കുന്നതായിരുന്നു. പക്ഷേ അതിനെ ഗംഭീരമായിട്ട് ബ്രേക്ക് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ശരിക്കും ഒരു നല്ല മൊമെൻറ്റം കിട്ടണമെങ്കിൽ, അതായത് വലിയൊരു റാലിയുടെ കേസാണ് പറയുന്നത്. നമ്മളുടെ ഈ ചാനലില്ലേ, ഈ ഒരു ചാനലൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനിലിട്ട് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു റാലിക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് എന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ കണ്ടില്ലേ, കുറേ ദിവസമായിട്ട് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു റേഞ്ചിൽ നോക്കാം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ എവിടെയാണ്, നമ്മളുടെ ചാനൽ എന്ന ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിവിടെ കറക്റ്റായിട്ട് ഈ റേഞ്ച് വെക്കാം. അതെ, ഈ ഒരു റേഞ്ച് വെക്കാം. അത് ബ്രേക്ക് ചെയ്താൽ നമ്മളുടെ ഈ ഒരു ചാനലിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് നോക്കാം. പിന്നെ സപ്പോർട്ട് എന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിലവിലുള്ള ഈ ഒരു റേഞ്ച് 57,800 എന്ന ഈ ഒരു റേഞ്ച് എന്നത് തീർച്ചയായിട്ടും ഒരു മികച്ച സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റി നിലയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഇനി നമുക്ക് മറ്റുള്ള ഡേറ്റകളൊക്കെ ഒന്ന് നോക്കാം. ഇന്ത്യ വിക്സിൻ്റെ കേസ് വന്നാൽ ശരിയാണ്, ഇന്ത്യ വിക്സ് ഒരു 1.25% ഒരു ഷൂട്ടപ്പ് നടന്നു. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ വിക്സിൻ്റെ ഒരു ഷൂട്ടപ്പ് എന്നത് എനിക്ക് തോന്നുന്നു അത് കോൾ സൈഡിലുള്ള ഒരു ഭയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിക്കാം. അതായത് മാർക്കറ്റ് ശക്തമായി മുകളിലേക്ക് പോകുമ്പോൾ ചില സമയങ്ങളിൽ വിക്സ് ഷൂട്ടപ്പ് ചെയ്യാറുണ്ട്. അത് തീർച്ചയായിട്ടും അത് കോൾ സൈഡിലുള്ള ഒരു ഭയം അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ സ്വാധീനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് USD INR വന്നാലും നമുക്ക് അനുകൂലകരമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നതെന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം നോക്കേണ്ടത്, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നത് ആദ്യമേ പറഞ്ഞ കാര്യം ഇതാണ്. നോക്കൂ, ക്രൂഡ് ഓയിൽ, ബ്രണ്ട് ഓയിലും ക്രൂഡ് ഓയിലിൻ്റെ കേസ് എടുത്താൽ 8% ഇവ രണ്ടും നല്ല രീതിയിലൊരു ഇടിവ് വന്നിരിക്കുന്നു. അതായത് ഈ യുദ്ധസമാനമായ കാര്യങ്ങൾ, ഹോർമോസിൻ്റെ സംഭവങ്ങളും എല്ലാം കൂടെ ഒന്ന് പ്രശ്നങ്ങൾ മാറി വരുന്നു എന്ന് കണ്ടപ്പോൾ തീർച്ചയായിട്ടും നോക്കൂ, ക്രൂഡ് ഓയിലിൻ്റെ ആ ഒരു തകർച്ച, നമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഒരു ഉയർച്ച, ക്രൂഡ് ഓയിൽ എത്രമാത്രം താഴേക്ക് വരുന്നോ നമ്മുടെ മാർക്കറ്റ് കുറച്ചുകൂടെ സ്ട്രെങ്ത് വരുമെന്നതിൽ യാതൊരു സംശയമില്ല. അത് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. CNX മിഡ് ക്യാപ്പ്, നമ്മളുടെ മിഡ് ക്യാപ്പിലുള്ള സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നോക്കൂ, ഇവിടെ നമുക്കത് കാണുവാൻ സാധിച്ചത് മിഡ് ക്യാപ്പ് അല്പം പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മിഡ് ക്യാപ്പൊക്കെ ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്, അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു റേഞ്ച് വെച്ച് നോക്കിയാൽ തന്നെ, അത് എങ്ങനെ നോക്കിയാലും അത് നല്ലൊരു ബ്രേക്കൗട്ട് നടത്തി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് രീതിയാണ്, എല്ലാ രീതിയിലും ഒരു മൊമെൻറ്റത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്നത് നമുക്ക് സ്മോൾ ക്യാപ്പ് ഉണ്ടല്ലേ, സ്മോൾ ക്യാപ്പ് നല്ല ഒരു കുറേ നാളായിട്ട് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കിയേ, ഈ ഒരു റേഞ്ച് വെച്ച് നോക്കിയാൽ കുറേ നാളായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് സ്മോൾ ക്യാപ്പിൻ്റെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലാതെ ഇവിടെ ബൈ ചെയ്യൂ എന്ന ഒരു റെക്കമെൻഡേഷൻ അല്ല ഇവിടെ നൽകുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നോക്കൂ, ഒരുപാട് നാളായിട്ട്, അതായത് 2024 കാലഘട്ടം മുതൽ ഇവിടെ കൺസോൾട്ടേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സ്മോൾ ക്യാപ്പ്. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തുള്ള ഈ 19,700 സംതിങ് എന്ന ഈ ഒരു റേഞ്ചിൻ്റെ ഒരു ബ്രേക്കൗട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സ്മോൾ ക്യാപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ റാലിക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊന്ന് വാച്ച് ചെയ്ത് വെക്കാം. ഇത് അതേ വൺ ഡേ ചാർട്ട് എടുത്ത ശേഷം ഇതേ ഒരു റേഞ്ച് എടുത്താൽ വളരെ നാളിന് ശേഷമുള്ള ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഇതിവിടെ. അതാണ് ഇവിടെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അതോ ഇതുപോലെ റിജക്റ്റ് ചെയ്ത് താഴേക്ക് വരികയാണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം. ഇതൊന്ന് വാച്ച് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ടൈം നിങ്ങൾ ഓർക്കുക, 2024 മുതൽ 2026 കാലഘട്ടം വരെ ഇവിടെ ഈ ഒരു കൺസോൾട്ടേഷൻ ഉള്ള മാർക്കറ്റിലാണ് ഈ ഒരു ബ്രേക്കൗട്ട് സംഭവിക്കുന്നത് എന്നത് പ്രത്യേകം ഓർക്കുക. സംഭവിച്ചില്ല, സംഭവിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും നോക്കി അത് നിങ്ങളുടെ യുക്തി അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ മറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഓട്ടോ സെക്ടറും ഇന്ന് കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോ സെക്ടറിൻ്റെ പെർഫോമും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓട്ടോ സെക്ടർ വലിയ കുഴപ്പമില്ലാതാണ് ഇപ്പോൾ അത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫിനാൻസ് ഡിവിഷനും അതും ഒരു കൺസോൾട്ടേഷൻ രീതി തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് മെറ്റൽ സെക്ടർ ഒരു നല്ല ഒരു റാലി നമുക്ക് നൽകിയതായിരുന്നു അല്ലേ. എവിടെ നിന്നാണ് നല്ല രീതിയിലുള്ള മെറ്റൽ സെക്ടറിൻ്റെ ഒരു റാലി ഗംഭീരമായിരുന്നു. അതിനുശേഷവും വീണ്ടും മാർക്കറ്റ് താഴേന്ന് ഉള്ളിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. മെറ്റലായിരുന്നു, എനിക്ക് തോന്നുന്നു മെറ്റൽ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്കൊരു റിട്ടേൺ നൽകിയത് മെറ്റലിൽ നിന്നായിരുന്നു.
അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്വഭാവം എന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, മാർക്കറ്റിൻ്റെ പ്രധാന റേഞ്ചുകൾ പറഞ്ഞു. പക്ഷേ എന്തായാലും നമുക്ക് നാളെ മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ അത് എങ്ങനെയാണ് വർക്കാവുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ, അതായത് CISുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ഇത് വർക്കാവുന്നു എന്നത് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്കൊന്ന് പഠിക്കാം. നാളത്തെ മാർക്കറ്റിൽ അഗ്രസീവായിട്ട് വിലകളൊന്നും കാണിക്കരുത്. മുന്നോട്ടുള്ള എക്സ്പയറിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ വിലയൊന്നും കാണിക്കണ്ട. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ സംസാരിച്ചു പോകാം. മനസ്സിലായില്ലേ? കാര്യങ്ങൾ വ്യക്തമാവുന്നു എന്ന് കരുതുന്നു. കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമാകണം എന്ന രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചാനൽ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആളുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കത് എല്ലാ ദിവസവും ചെയ്യണം. കറക്റ്റായിട്ട് എന്തായാലും നമ്മൾ എല്ലാ ദിവസവും ചെയ്യും, എങ്കിലും നമുക്കൊരു ആവേശം കൂടി വരും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നമ്മളുടെ OA ബിൽഡപ്പിൻ്റെ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, OA ബിൽഡപ്പിൻ്റെ കേസിലേക്ക് വന്നാലും ഈ ഒരു ബിൽഡപ്പിനെ നിങ്ങൾ അധികം വിശ്വസിക്കേണ്ട. കാരണം ഇന്നലെ നോക്കൂ, ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ ആളുകൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഒരു ധാരണ ആർക്കും വന്നിട്ടില്ല. ഓവറോൾ നോക്കിക്കഴിഞ്ഞാലും 1 സെക്കൻഡ് നോ അതിലൊരു പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നിട്ടില്ല. നോക്കൂ, 24,600 പുട്ട് സെല്ലേഴ്സ്, 600 കോൾ സെല്ലേഴ്സ് നിലവിൽ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 600 കോൾ സെല്ലേഴ്സ് ഉണ്ട്, എന്നാൽ ആളുകൾ ഇതിനെക്കുറിച്ചൊരു ധാരണ വന്നിട്ടില്ല. അതായത് തീർച്ചയായിട്ടും കാരണം നേരത്തെ ഉള്ള ഒരു സ്റ്റൈലല്ല. കാരണം മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് രീതി കണക്കാക്കുന്ന രീതി നേരത്തെ ഉള്ള സ്റ്റൈലല്ല നിലനിൽക്കുന്നത്. കാരണം അവസാന നിമിഷം FIAസിൻ്റെയും DAസിൻ്റെയൊക്കെ ഒരു ബൈയിങ്, അത് ആ ഒരു ബൈയിങ്ങിൻ്റെ ഒരു ആവറേജ് കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതേ ഒരു മൂവ്മെൻറ്റ് ആയിരിക്കാൻ വരാനുള്ള സാധ്യത നമുക്കറിയാം. പക്ഷേ അത് എങ്ങനെയാണ് ഇനി ഓപ്ഷൻ മാർക്കറ്റിൻ്റെ പ്രീമിയത്തെ സ്വാധീനിക്കുക എന്നത് നമുക്കൊന്ന് മനസ്സിലാക്കണം. അതാണ് പറഞ്ഞത് അടുത്ത ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം, നാളെ ഈ കോൾ സെല്ലേഴ്സൊക്കെ അവരവിടുന്ന് രക്ഷപ്പെട്ട് ചാടുമോ, അതോ അവരവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമോ, എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴല്ല തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുകയെന്ന്. അപ്പോൾ ഇന്ന് ഡേറ്റകൾ വന്നോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഡേറ്റകൾ വരാൻ സാധ്യത കുറവാണ്. ഞാൻ അല്പം നേരത്തെ തന്നെ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഡേറ്റകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ന് ഡേറ്റ് 3 ഇല്ല, ഡേറ്റകളൊന്നും വന്നിട്ടില്ല. FIS ബൈയിങ് തന്നെ തുടരാനാണ് സാധ്യത. ഞാൻ പറഞ്ഞു, FIS ബൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ എമൗണ്ട് ആയാൽ തന്നെ നോക്കൂ, FIS ഫ്രൈഡേ ആണ് ഇത് ബൈ ചെയ്ത് 277 കോടിക്ക്, എന്നിട്ട് പോലും മാർക്കറ്റ് നല്ല രീതിയിൽ കയറി അല്ലേ? അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്നും ബൈയിങ് തന്നെ ആയിരിക്കും. അവർ ബൈയിങ് തുടരട്ടെ എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലേ? കാരണം നമ്മുടെ സ്റ്റോക്കുകളെല്ലാം വേഗത്തിൽ കയറട്ടെ. കാരണം കുറേ നാളായിട്ട് നമ്മൾ എടുത്ത ചില സ്റ്റോക്കുകളൊക്കെ ഇങ്ങനെ പെതുക്കെ ഇങ്ങനെ ആടി നിൽക്കുകയാണല്ലേ? തീർച്ചയായിട്ടും FISൻ്റെ ബൈയിങ് ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറും. ക്ഷമയാണ് വേണ്ടത്. സ്റ്റോക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ക്ഷമ വേണം. സ്റ്റോക്കുകൾ മാത്രമല്ല, മ്യൂച്വൽ ഫണ്ടോ എന്തോ ആയിക്കോട്ടെ, അത് അക്ഷമ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാർക്കറ്റിൽ ഫണ്ടമെൻ്റലി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് സ്മോൾ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്യാനുള്ള കഴിവില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെറ്റർ എന്ന് എൻ്റെ അഭിപ്രായത്തിൽ മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ സ്മോൾ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രധാനപ്പെട്ട റേഞ്ചുകൾ ബ്രേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് മ്യൂച്വൽ ഫണ്ടിൻ്റെ റേഞ്ചൊക്കെ പറഞ്ഞു. സ്മോൾ സ്റ്റോക്കിൻ്റെ കേസുകളൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലേ? അപ്പോൾ ആ സ്മോൾ സ്റ്റോക്കിൻ്റെ ഒരു ഡിവിഷൻ നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട റേഞ്ചിൽ. അത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു നല്ല അമൗണ്ടത്തിൽ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നിഫ്റ്റി സ്മോൾ സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റോക്ക് എടുക്കാനല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക, എങ്ങനെയാണ് നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടെത്തുക. അത് കണ്ടെത്തി എല്ലാത്തിലും നമ്മൾ പങ്കെടുക്കണം. അതായത് നമ്മൾ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളായാലും മിഡ് സ്റ്റോക്ക് ആയാലും സ്മോൾ സ്റ്റോക്ക് ആയാലും നമ്മളുടെ എല്ലാ എമൗണ്ടും കൊണ്ടിടുകയല്ല. നമ്മുടെ ക്യാപിറ്റലിൻ്റെ കൂടുതൽ ഭാഗം നമ്മൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് ബോണ്ടുകൾ നോക്കുക. പിന്നെ കുറച്ച് നമ്മൾ കൊണ്ടുവന്നിട്ട് ബ്ലൂ ചിപ്പുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മിഡ് സ്റ്റോക്ക്, സ്മോൾ സ്റ്റോക്കിലൊക്കെ വളരെ കുറച്ച് മാത്രം. സ്മോൾ സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാലി നല്ല രീതിയിൽ നടത്തിയാൽ നല്ല പ്രോഫിറ്റും കിട്ടും, മനസ്സിലായില്ലേ? പക്ഷേ ഈ പറയുന്ന പോലെ 2023 മുതൽ 26 വരെ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട്, അത് മനസ്സിലാക്കണം. പക്ഷെ ചില സമയം കയറി കഴിഞ്ഞാൽ അതേ രീതി കയറുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ യുക്തിയാണ്, അത് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഞാനിതൊരു ഒരിക്കലും ഞാനിതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ ഒന്നുമല്ല പറയുന്നത്. കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഡേറ്റകളൊന്നും ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും നമ്മളിവിടെ അധികം സംസാരിക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ആ ഒരു സ്വഭാവം രീതികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും നാളത്തെ എക്സ്പയറി കഴിഞ്ഞ ശേഷം നമുക്ക് സംസാരിക്കാം, എന്തായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം, ഇനി മുന്നോട്ടുള്ള ദിവസം എന്തായിരിക്കും നമുക്ക് നോക്കാം. മാത്രമല്ല ഞാനായാലും ഈ ഒരു അടുത്ത ഒരു എക്സ്പയറി എന്നത് പഠിക്കാൻ വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക. മാത്രമല്ല ബാക്ക് ടെസ്റ്റിന് വേണ്ടി കുറച്ച് പൊസിഷനുകൾ ഇട്ടിട്ടുമുണ്ട്. അത് എനിക്ക് മറ്റുള്ള അക്കൗണ്ടുകളുണ്ട്, ഇവിടെ എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ.
തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വരുന്ന ദിവസങ്ങളിൽ ചാടിക്കേറി, അതായത് പ്രീമിയവും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം, ചാടിക്കേറി മുന്നോട്ടുള്ള എക്സ്പയറി ഒന്നും എടുക്കാതെ മനസമാധാനത്തെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നതെന്ന് നോക്കി അതിനുശേഷം അതിനനുസരിച്ചുള്ള പൊസിഷനൊക്കെ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നാളത്തെ എക്സ്പയറി ഒരു സുന്ദരമായ എക്സ്പയറി ആവട്ടെ. വരുന്ന ആഴ്ച, വരുന്ന മാസങ്ങൾ ഇതെല്ലാം അതിമനോഹരമായിട്ടുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.